റിപ്പോർട്ടർ ഇംപാക്ട് ഹൈക്കോടതി വിലക്ക് ലംഘിച്ച് സെക്രട്ടേറിയറ്റ് അനക്സിന് മുന്നിൽ സ്ഥാപിച്ച കൂറ്റൻ ഫ്ലെക്സ് കോർപ്പറേഷൻ നീക്കി. സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷന്റെ കെട്ടിട ഉദ്ഘാടനത്തിന്റെ ഭാഗമായാണ് മുഖ്യമന്ത്രിയുടെ ചിത്രം ഉൾപ്പെടുത്തിയുള്ള ഫ്ലെക്സ് സ്ഥാപിച്ചത്. റിപ്പോർട്ടർ വാർത്തയ്ക്ക് പിന്നാലെയാണ് നടപടി. ആർ റോഷിപാൽ തിരുവനന്തപുരത്ത് നിന്ന് നമുക്കൊപ്പം. ആർ റോഷിപാൽ, നമ്മൾ ഇന്ന് ഉച്ചയ്ക്ക് കാട്ടിക്കൊടുത്തു, വൈകുന്നേരമായപ്പോഴേക്കും ഫ്ലെക്സ് നീക്കി. അപ്പോൾ ഇത് നിയമലംഘനമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ സ്ഥാപിച്ചതായിരുന്നോ? സുജയ, നമുക്കറിയാം ഈ ഹൈക്കോടതിയുടെ ഉത്തരവ് പിന്നാലെ സംസ്ഥാന സർക്കാർ തന്നെ പൊതുയിടങ്ങളിൽ യാത്രക്കാരുടെ അല്ലെങ്കിൽ ജനങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കുന്ന ഇടങ്ങളിൽ ഒരു കാരണവശാലും ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിക്കരുത് ഉത്തരവിറക്കിയിട്ടുണ്ട്. അതേ സെക്രട്ടേറിയറ്റിലെ ജീവനക്കാരുടെ സംഘടനയാണ് സെക്രട്ടേറിയറ്റിന്റെ പ്രധാന ഗേറ്റിന് വശത്തായി വലിയ കൂറ്റൻ ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചത്. അത് മുഖ്യമന്ത്രിയുടെ ചിത്രം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഫ്ലെക്സ് ബോർഡ്. ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് ആ ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചത്. ഇന്ന് അത് റിപ്പോർട്ടർ അതിന്റെ വാർത്ത പുറത്തുവിട്ടതിന് തൊട്ടു പിന്നാലെ തന്നെ കോർപ്പറേഷൻ അധികൃതർ ഇടപെടുകയും ആദ്യം 1 മണിക്കൂറിനകം ഈ ഫ്ലെക്സ് ബോർഡ് നീക്കം ചെയ്യാൻ ഇത് സ്ഥാപിച്ച സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷനോട് ആവശ്യപ്പെട്ടു. പക്ഷേ 1 മണിക്കൂറിനകം അവർ അത് മാറ്റിയില്ല. പിന്നാലെയാണ് കോർപ്പറേഷൻ അധികൃതർ വാഹനവുമായി എത്തി ഫ്ലെക്സ് ബോർഡ് അവിടെ നിന്നും പൊളിച്ച് മാറ്റിയത്. മുഖ്യമന്ത്രിയുടെ ചിത്രം ഉൾപ്പെടെ അവർ ഇളക്കി മാറ്റി. പിന്നീട് ഫ്ലെക്സ് ബോർഡുകളും പൊളിച്ചു കൊണ്ടുപോവുകയായിരുന്നു കോർപ്പറേഷൻ. വാഹനത്തിൽ വെച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ചിത്രം പുറത്തു കാണുന്ന രീതിയിൽ, അതായത് മുഖ്യമന്ത്രിയുടെ ചിത്രം അതിൽ എക്സ്ട്രാ ആയി വെച്ചിരുന്നതാണോ? മുഖ്യമന്ത്രിയുടെ ചിത്രം മാത്രം അടർത്തിയെടുത്തപ്പോൾ കോർപ്പറേഷന്റെ വാഹനത്തിൽ വെച്ചിരിക്കുന്നതാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. റോഷിപാൽ, വലിയ ഫ്ലെക്സ് ബോർഡിൽ മുഖ്യമന്ത്രിയുടെ ചിത്രം പ്രത്യേകം ഒട്ടിച്ചു വെച്ച നിലയിലായിരുന്നു. ആദ്യം അത് മാറ്റി പിന്നീട് മറ്റു ഫ്ലെക്സ് ബോർഡുകളും കീറി അതിന്റെ മരം ഉൾപ്പെടെ പൊട്ടിച്ച് അവിടെ നിന്ന് മാറ്റുകയായിരുന്നു ചെയ്തത്. ഈ പരിസരത്ത് മറ്റു ഫ്ലെക്സ് ബോർഡുകളൊന്നുമില്ല. ഇത് സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ നമുക്കറിയാം സർക്കാർ അനുകൂല സംഘടനയാണ്, ഭരണാനുകൂല സംഘടനയാണ്. ഭരണാനുകൂല സംഘടന തന്നെയാണ് ഹൈക്കോടതിയുടെ ഈ ഉത്തരവ് കാറ്റിൽ പറത്തിക്കൊണ്ട് ഇത്തരത്തിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്നത്. അതൊരു ജംഗ്ഷനാണ്, അവിടെ ഏറ്റവും കൂടുതൽ അപകട സാധ്യതയുള്ള സ്ഥലമാണ്. ആ ജംഗ്ഷനിൽ തന്നെ സെക്രട്ടേറിയറ്റിന്റെ കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷന് മുന്നിൽ ഇത്രയും വലിയ ഒരു ബോർഡ് ഇന്നലെ രാത്രിയോട് സ്ഥാപിച്ചത്. ഇന്ന് സർക്കാർ ഓഫീസിന്റെ അവധിയാണ്. ഒരുപക്ഷെ ഇന്നലെ സ്ഥാപിച്ച ബോർഡ് ഇന്ന് ഉച്ചയോടെ വാർത്തയായതിന് തൊട്ടു പിന്നാലെ തന്നെ കോർപ്പറേഷൻ ഇടപെടേണ്ട സാഹചര്യം വന്നു. ആദ്യം അസോസിയേഷൻ തന്നെ മാറ്റുമെന്നാണ് കോർപ്പറേഷൻ അധികൃതരെ അറിയിച്ചത്. പിന്നെ ആ സമയപരിധി കഴിഞ്ഞതോടെ കോർപ്പറേഷൻ അധികൃതർ തന്നെ നേരിട്ടെത്തി ഫ്ലെക്സ് ബോർഡ് അവിടെ നിന്നും മാറ്റുകയായിരുന്നു. ഓക്കെ, ആർ റോഷിപാൽ, ഇതുപോലെയുള്ള നിയമലംഘനങ്ങൾ കണ്ടാൽ അത് അധികൃതരുടെ മുന്നിൽ തുറന്നു കാട്ടാൻ നമ്മുടെ വാർത്താ സംഘത്തിന്റെ ജാഗ്രതയോടുകൂടിയുള്ള നോട്ടം എല്ലായിടത്തും ഉണ്ടാകും. എന്തായാലും കോർപ്പറേഷൻ ഉചിതമായ സമയത്ത് ഇടപെട്ടു. 18-ാം തീയതി വരെയാണ് തദ്ദേശ സെക്രട്ടറിമാർക്ക് ഹൈക്കോടതി കൊടുത്തിരിക്കുന്ന സമയം. ഇതുപോലെ എവിടെയെങ്കിലും ഫ്ലെക്സ് ഉണ്ടെങ്കിൽ അത് മാറ്റാവുന്നതാണ് കേട്ടോ.